മട്ടന്നൂർ നഗരസഭയുടെ മിനി സ്റ്റേഡിയത്തിന് പുതുജീവൻ വയ്ക്കുന്നു. നവീകരണത്തിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചു. 1 കോടി രൂപയുടെ നവീകരണമാണ് മിനി സ്റ്റേഡിയത്തെ കാത്തിരിക്കുന്നത്. മഴയിൽ ചെളിക്കുളമായും ബാക്കി സമയങ്ങളിൽ വാഹന പാർക്കിങ്ങും മറ്റുമായി കായിക പ്രേമികൾ കൈവിടാൻ തുടങ്ങിയ മട്ടന്നൂർ നഗരസഭാ സ്റ്റേഡിയത്തിനാണ് പുതുജീവൻ വയ്ക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ ബജറ്റിൽ അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ചാണ് നവീകരണത്തിന് വഴിയൊരുങ്ങുന്നത്. നവീകരണ പദ്ധതിക്കായുള്ള എസ്റ്റിമേറ്റ് സംസ്ഥാന സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ സമർപ്പിച്ചു. ജില്ലാതല ഫുട്ബോൾ തിരഞ്ഞെടുപ്പുകളും ടൂർണമെന്റുകളും ഇവിടെ നടക്കാറുണ്ടെങ്കിലും വലിയ കായികമേളകൾ സംഘടിപ്പിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഇപ്പോൾ സ്റ്റേഡിയത്തിനില്ല. കാണികൾക്കുള്ള ഇരിപ്പിടങ്ങളാകട്ടെ തകർന്ന അവസ്ഥയിലാണ്. മഴക്കാലത്ത് മൈതാനം ചെളിക്കുളമായി മാറുന്നതും കായിക താരങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. മഴ പെയ്യുന്നതോടെ മൈതാനത്തിന്റെ വലിയൊരു ഭാഗം വെള്ളക്കെട്ടിലാകുന്നതിനാൽ പരിശീലനവും മത്സരങ്ങളും തടസ്സപ്പെടുന്നു. നഗരസഭാ ഓഫീസിലേക്കും വ്യാപാര സമുച്ചയത്തിലേക്കും കുടുംബശ്രീ ഹോട്ടലിലേക്കും എത്തുന്ന വാഹനങ്ങളും സ്ഥിരം പാർക്കിങ്ങുമായി മാറിയത് സ്റ്റേഡിയത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. 1 കോടി രൂപ ഉപയോഗിച്ച് സ്റ്റേഡിയത്തിന്റെ നവീകരണം, പവലിയൻ, ബൗണ്ടറി വാൾ തുടങ്ങിയവ നിർമ്മിക്കും. വളരെ പെട്ടെന്ന് തന്നെ നവീകരണം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് പറഞ്ഞു. മട്ടന്നൂർ നഗരസഭയുടെ മിനി സ്റ്റേഡിയം നവീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മട്ടന്നൂർ പഞ്ചായത്തായിരുന്നപ്പോൾ 11 പരിപാടിയിൽപ്പെടുത്തി അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീ മൂന്ന് മാഷയുടെ കാലഘട്ടത്തിലാണ് ഈ മിനി സ്റ്റേഡിയവും ഇപ്പോൾ നഗരസഭ ഓഫീസിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി ഹാൾ ഉൾപ്പെടെ നിർമ്മിച്ചത്. സ്റ്റേഡിയത്തിൽ ആദ്യകാലഘട്ടങ്ങളിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കായിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ സമീപത്തുള്ള ക്ലബ്ബുകളുടെ സ്പോർട്സ് പരിശീലന കേന്ദ്രമായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. നിരവധി കായിക പ്രതിഭകൾ വളർത്തിയിട്ടുള്ള ഗ്രൗണ്ടാണ്. അതിന്റെ നവീകരണം നമ്മുടെ ലക്ഷ്യമായിരുന്നു. നമ്മുടെ സാമ്പത്തിക പരിമിതിയായിരുന്നു പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ ബഡ്ജറ്റിൽ 1 കോടി രൂപ അനുവദിക്കുകയും ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് ഇതിന്റെ നോഡൽ ഏജൻസി നിശ്ചയിച്ചിരുന്നത്. അവർ 1 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കേരള സ്പോർട്സ് ഫൗണ്ടേഷന് സമർപ്പിച്ചിരിക്കുകയാണ്. അതിന് അംഗീകാരം കിട്ടിയോടെ തന്നെ ടെക്നിക്കൽ സാങ്ഷൻ വാങ്ങി അതിന്റെ ടെൻഡർ നടപടിയിലേക്ക് കടക്കാനുള്ള സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് നവീകരിച്ച് നാടിൽ സമർപ്പിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനകത്ത് ഒരു പവലിയൻ ഉണ്ട്, ഇതിന്റെ ബൗണ്ടറി വാള് ശക്തിപ്പെടുത്താനുള്ളതുണ്ട്, ഗ്രൗണ്ട് നവീകരണം ഉൾപ്പെടെ ഗാലറി ഉൾപ്പെടെ നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നിലവിൽ ഭൂരിഭാഗം കായികമേളകളും സ്കൂൾ മൈതാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. സ്റ്റേഡിയത്തിന്റെ നവീകരണം പൂർത്തിയാകുന്നതോടെ പ്രദേശത്തെ കായിക പ്രവർത്തനങ്ങൾക്ക് പുതിയ ഉണർവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കായിക പ്രേമികൾ. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.